ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കഫോൾഡിംഗ് യൂട്യൂബ് ചാനൽ. 10th പ്രിലിംസ് 2026 സീരീസ് ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ. 10 മാർക്കിനാണ് 10th പ്രിലിംസിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ആ ഭാഗത്തിൽ ശാസ്ത്ര സാങ്കേതിക സമകാലീന ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യം ഏതാണ്? ഗഗൻയാനാണ്. ഈ ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായി നടത്തുന്ന സിമുലേഷൻ പരീക്ഷണങ്ങൾ ഗ്യാനക്സ് എന്നാണ് പറയുന്നത്. സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന ഇന്ത്യയുടെ ദൗത്യം ആദിത്യ L1 ആണ്. 2023 സെപ്റ്റംബർ 2 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് PSLV C-57 റോക്കറ്റ് ഉപയോഗിച്ച് ഈ പേടകം വിക്ഷേപിച്ചത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഇന്ത്യൻ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 3 ആണ്. 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും LV-M3 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഈ പേടകം വിക്ഷേപിച്ചത്. 2023 ഓഗസ്റ്റ് 23 വൈകുന്നേരം 6:04 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡ് ചെയ്ത് ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ISRO നാസ സംയുക്ത ഭൂനിരീക്ഷണ ഉപഗ്രഹ ദൗത്യം ഏതാണ്? നിസാർ. നിസാർ എന്നതിൻ്റെ പൂർണ്ണരൂപം നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റേഡർ എന്നതാണ്. ഇന്ത്യയുടെ ദേശീയ ക്വാണ്ടം സാങ്കേതിക വികസന പദ്ധതി ദേശീയ ക്വാണ്ടം മിഷൻ. ഇന്ത്യയുടെ സമുദ്ര ഗവേഷണ മനുഷ്യ ദൗത്യം സമുദ്രയാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഡീപ്പ് ഓഷ്യൻ മിഷൻ്റെ ഭാഗമാണ് ഇത്. ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ വികസിപ്പിച്ച വാഹനം SSLV ആണ്. SSLV വികസിപ്പിച്ചത് ISRO ആണ്. ഇതിൻ്റെ പൂർണ്ണരൂപം സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ്. ബഹിരാകാശ ഡോക്കിംഗ് പരീക്ഷണം. ഇന്ത്യയുടെ ബഹിരാകാശ ഡോക്കിംഗ് പരീക്ഷണം സ്പാഡക്സ് എന്നാണ് അറിയപ്പെടുന്നത്. 2024 ഡിസംബർ 30 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് PSLV C-60 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത്. സ്വന്തം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ബഹിരാകാശ ഡോക്കിംഗ് നേടുന്ന 4ാമത്തെ രാജ്യമായി ഇതോടെ ഇന്ത്യ മാറി. ഇന്ത്യയുടെ ആദ്യ സ്വദേശീയ മലേറിയ വാക്സിൻ നിർമ്മാണത്തിന് അനുമതി ലഭിച്ചത് 2025 റെഡ് ഐവി സസ്യം ഉപയോഗിച്ച് മുറിവുണക്കൽ പാഡ് വികസിപ്പിച്ച സ്ഥാപനം JNTBGRI ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 38ാമത് കേരള സയൻസ് കോൺഗ്രസ് നടന്ന സ്ഥലം എറണാകുളം സെൻറ്റ് ആൽബർട്ട്സ് കോളേജ്. 38ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ പ്രമേയം ഓഷ്യൻ സയൻസ് ഫോർ ബ്ലൂ എക്കോണമി ആൻഡ് എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ. 2026 ദേശീയ സാങ്കേതിക ദിനത്തിൻ്റെ പ്രമേയം റെസ്പോൺസിബിൾ ഇന്നൊവേഷൻ ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ടെക് ടച്ച് 2026 സംഘടിപ്പിച്ച സ്ഥാപനം കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ്. കാഴ്ചപരിമിതി ഇല്ലാത്ത വിദ്യാർത്ഥികൾക്കായി തിരുവനന്തപുരത്തെ ICFOSS ക്യാമ്പസിലാണ് ഈ പരിപാടി നടന്നത്. സംഘടിപ്പിച്ചത് KSCSTE ആണ്. പരിപാടി നടന്നത് ICFOSSലാണ്. കാഴ്ചപരിമിതരായ വിദ്യാർത്ഥികൾക്കായുള്ള സാങ്കേതിക പരിശീലന പരിപാടി നടന്നത് എവിടെ എന്ന് ചോദ്യമാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ തിരുവനന്തപുരം. 2025 ഐക്യരാഷ്ട്രസഭ എന്തിൻ്റെ അന്താരാഷ്ട്ര വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. കേരളത്തിൽ ക്വാണ്ടം സെഞ്ച്വറി സയൻസ് എക്സിബിഷൻ ആരംഭിച്ച സർവകലാശാല കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. തിരുവനന്തപുരം തോന്നയ്ക്കലിൽ ആരംഭിച്ച സെൻറ്റർ ഓഫ് എക്സലൻസ് ഏത് മേഖലയിലാണ്? ന്യൂട്രാസ്യൂട്ടിക്കൽസ്. സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ് സ്ഥാപിച്ച ലൈഫ് സയൻസ് പാർക്ക് ബയോ 360 ലൈഫ് സയൻസ് പാർക്ക് തിരുവനന്തപുരത്ത്. 2025 അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി പ്രഖ്യാപിച്ചത് ആരാണ്? ഐക്യരാഷ്ട്രസഭ. ആദിത്യ L1 ഏത് ലഗ്രാഞ്ച് പോയിന്റിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്? L1. കേരള സയൻസ് കോൺഗ്രസിൻ്റെ 38ാമത് പതിപ്പ് നടന്നത് എവിടെ? എറണാകുളം. 38ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ പ്രമേയം ഓഷ്യൻ സയൻസ് ഫോർ ബ്ലൂ എക്കോണമി ആൻഡ് എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ.
കേരളത്തിലെ പ്രധാന തുറമുഖ വികസന പദ്ധതി വിഴിഞ്ഞം തുറമുഖം. കേരളത്തിൽ ക്വാണ്ടം സെഞ്ച്വറി സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ച സർവകലാശാല കുസാറ്റ്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ആസ്ഥാനം കൊച്ചി. ISROയുടെ ആസ്ഥാനം ബംഗളൂരു. ISROയെക്കുറിച്ച് 1969 ഓഗസ്റ്റ് 15 നിലവിൽ വന്നത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നും അറിയപ്പെടുന്ന ഡോക്ടർ വിക്രം സാരാഭായി ആയിരുന്നു ISROയുടെ ആദ്യ ചെയർമാൻ. ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ആണ്. 2025 ജനുവരി 14 ഇദ്ദേഹം ഈ പദവി ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യം ചന്ദ്രയാൻ 1 ആണ്. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് പോയിട്ടുള്ളത്. ഇന്ത്യയുടെ ആദ്യ ചൊവ്വ ദൗത്യം മംഗൾയാൻ ആണ്. 2013 നവംബർ 5 ISRO PSLV C-25 റോക്കറ്റ് ഉപയോഗിച്ച് ഇത് വിക്ഷേപിച്ചു. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച ആദ്യ രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ. 2014 സെപ്റ്റംബർ 24 വിജയകരമായിട്ട് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ഗഗൻയാൻ ദൗത്യത്തിലെ യാത്രികരെ എന്താണ് വിളിക്കുന്നത്? വ്യോമനോട്ടുകൾ. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ആദിത്യ L1. 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ച ഈ പേടകം സൂര്യനും ഭൂമിക്കുമിടയിലുള്ള ലഗ്രാഞ്ച് പോയിന്റ് L1 എത്തിച്ചേർന്നു. നിസാർ എന്നതിൻ്റെ പൂർണ്ണരൂപം നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റേഡർ. SSLV വികസിപ്പിച്ചത് ISRO. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ അടിസ്ഥാന ഘടകം ക്യൂബിറ്റ്. AI എന്നതിൻ്റെ പൂർണ്ണരൂപം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ML എന്നതിൻ്റെ പൂർണ്ണരൂപം മെഷീൻ ലേണിംഗ്. IoT എന്നതിൻ്റെ പൂർണ്ണരൂപം ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. 5Gയിലെ G സൂചിപ്പിക്കുന്നത് ജനറേഷൻ. റോബോട്ടിക്സിൽ മനുഷ്യനെ പോലുള്ള റോബോട്ടുകൾ ഹ്യൂമനോയിഡ് റോബോട്ട്സ്. ഡ്രോൺ സാങ്കേതികവിദ്യയുടെ മറ്റൊരു പേര് UAV അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്. ഇന്ത്യയുടെ ആദ്യ ഡിജിറ്റൽ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോം UPI വികസിപ്പിച്ചത് NPCI. NPCIയുടെ പൂർണ്ണരൂപം നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. സൈബർ സുരക്ഷയുടെ പ്രധാന ലക്ഷ്യം വിവരസംരക്ഷണം. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5, ദേശീയ സാങ്കേതിക ദിനം മെയ് 11, ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28, ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16, ലോക ജലദിനം മാർച്ച് 22, ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം പോഖ്രാൻ 1. സ്മൈലിംഗ് ബുദ്ധ എന്നറിയപ്പെടുന്നത് പോഖ്രാൻ 1നെയാണ്. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ആര്യഭട്ട. 1975 ഏപ്രിൽ 19 ഈ ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് അയച്ചത്. 1992 ഫെബ്രുവരി 11 ഭൗമാന്തരീക്ഷത്തിൽ തിരിച്ചെത്തി. ഇന്ത്യയുടെ ആദ്യ സ്വദേശീയ ഉപഗ്രഹ വിക്ഷേപണ വാഹനം SLV-3 ആണ്. SLV-3 പദ്ധതിയുടെ നേതാവ് APJ അബ്ദുൽ കലാം ആയിരുന്നു.